വേണ്ട, ഇത് ചാനലായിപ്പോയി. അതുകൊണ്ട് ഞാനിതങ്ങ് വിഴുങ്ങുവാ. വാ വരാൻ. വരാനല്ലേ പറഞ്ഞത്? എന്താടോ തോറ്റു പോകുന്നതിൽ വിഷമമുണ്ടോ തനിക്ക്? എനിക്ക് അഖിൽ സാറിന്റെ അഭിമാനത്തെ കുറിച്ച് ഓർത്തുള്ള വിഷമേ ഉള്ളൂ. ഹേയ്, അതൊന്നും പ്രശ്നമില്ലടോ. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ? ഏത് കോമ്പറ്റീഷനും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനല്ലേ ജയിക്കാൻ പറ്റൂ. സാരമില്ല, ഈ മത്സരം നമ്മൾ ഫൈനലിൽ എത്തില്ല എങ്കിലും നമുക്ക് സന്തോഷത്തോടെ ബാക്കി കാര്യങ്ങളെ നേരിടാം, അല്ലേ? അതെ. പക്ഷേ എനിക്ക് മറ്റൊരു കോൺഫിഡൻസ് ഉണ്ട്. തന്റെ കണ്ണൻ തന്നെ ചതിക്കില്ല, ഒരിക്കലും ചതിക്ക് കൂട്ടു നിൽക്കുകയില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് സർ, 100% ശരിയാണ്. എങ്കിൽ താൻ തന്റെ കണ്ണനോട് പ്രാർത്ഥിക്കുക. നമുക്ക് ഫ്ലോറിലേക്ക് പോകാം. വാ. അങ്ങനെ നമ്മുടെ കപ്പിൾസ് എല്ലാം അവരവരുടെ ക്ലൂ കളക്ട് ചെയ്തിട്ട് വരികയാണ്. ഓരോരുത്തർക്കും ക്ലൂ കിട്ടിയല്ലോ അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ ക്ലൂ അനുസരിച്ച് കളറുകൾ സെലക്ട് ചെയ്യാം. കളറുകളെല്ലാം ദാ ബൗളിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ക്ലൂ കിട്ടിയില്ല. ക്ലൂ കിട്ടിയില്ലേ? എല്ലാവരുടെയും ബാഗുകളിൽ ഞങ്ങൾ ക്ലൂ കൃത്യമായി എഴുതി വെച്ചിരുന്നാണല്ലോ. ഞങ്ങളുടെ ബാഗിൽ ഇതില്ലായിരുന്നു. പിന്നെ അതിനെന്ത് സംഭവിച്ചു? ബാഗിൽ നന്നായി നോക്കിയിരുന്നു നിങ്ങൾ? ഞങ്ങൾ നോക്കിയായിരുന്നു സർ, അതിലൊന്നും കണ്ടില്ല. അതൊരു പ്രശ്നമായല്ലോ ഇപ്പോ. ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇവരെ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കണം. ഏയ്, അതൊരു നീതിയല്ലല്ലോ. കുഴപ്പം പറ്റിയത് ആർക്കാണെന്ന് അറിയാതെ അവരെ ഔട്ടാക്കുന്നത് ന്യായമല്ലല്ലോ. ഔട്ടാക്കണമെന്നാ എന്റെ പക്ഷം. ഇതൊരു കോമ്പറ്റീഷനാ. ഈ കോമ്പറ്റീഷന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എന്ത് നിയമം ഉണ്ടെങ്കിലും അന്തിമ തീരുമാനം ജഡ്ജസിനുള്ളതാണ്. അതനുസരിച്ച് ഞാൻ പറയുന്നു, ഈ കപ്പിൾസിനെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് ഒടുവിൽ അവർക്കൊരു ചാൻസ് കൊടുക്കാം. മോൻ സാർ എന്ത് പറയുന്നു? ഞാനും മീര മേഡത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ജഡ്ജസ് തമ്മിൽ അഭിപ്രായ ഭിന്നത അനാവശ്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത വന്നതുകൊണ്ട് 3-2 ഭൂരിപക്ഷത്തോടെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ നടപ്പാക്കുകയാണ്. ബാഗിൽ വെച്ച ക്ലൂ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. എന്നുവെച്ചാൽ നിങ്ങളെ കോമ്പറ്റീഷനിൽ നിന്ന് ഒഴിവാക്കൊന്നും അല്ല കേട്ടോ. അവസാനം ഒരു ചാൻസ് തരും. അതിൽ ജയിച്ചാൽ മത്സരത്തിൽ തുടരാം. തൽക്കാലം നിങ്ങൾ അല്പസമയം മാറി നിൽക്കൂ. ഓക്കെ, പിന്നീട് ജോയിൻ ചെയ്യാം. താങ്ക് യു. ഓക്കെ, സോ ഐശ്വര്യ ആൻഡ് അരുൺ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ക്ലൂ? അസ്തമയ സൂര്യൻ. ഓക്കെ,
സോ അതിന്റെ കളർ സെലക്ട് ചെയ്ത് ജഡ്ജസിനെ കാണിക്കൂ. Yes. Okay, you are qualified for next round. Congratulations. ഓക്കെ, നിങ്ങളുടെ ക്ലൂ എന്താണ്? സി, കടൽ. ഓക്കെ, കളർ സെലക്ട് ചെയ്യാം. താങ്ക് യു. ഇത് ബ്ലൂ അല്ലേ? അതെ. ഉത്തരം തെറ്റാണ്. കടലിന്റെ നിറം നീലയല്ല, കടൽ വെള്ളമാണ്. വെള്ളത്തിന്റെ നിറമാണ് കടലിന്. നീലാകാശം പ്രതിഫലിക്കുമ്പോഴാണ് കടൽ നീലക്കടലായി മാറുന്നത്. നിങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നില്ല, സോ ഈ റൗണ്ടിൽ തന്നെ പുറത്താവുകയാണ്. ഓക്കെ ഓക്കെ. Okay, thank you. Next couples, please come. Next is Amrit and Arya. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ക്ലൂ എന്താണെന്ന് പറഞ്ഞോളൂ. പോസിറ്റീവ് ആണ്. Okay. പോസിറ്റീവ്. കളർ സെലക്ട് ചെയ്യാം. ഓക്കെ. അല്ല, വെള്ളയല്ല. വാട്ട്സ് ദ മോസ്റ്റ് പോസിറ്റീവ് കളർ? യെല്ലോ. ഓ, ഓക്കെ മാം. മഞ്ഞ. മഞ്ഞയാണ് കളർ. യെല്ലോ സിംബലൈസസ് ഹാപ്പിനെസ് ആൻഡ് വാം ഇൻ ഓൾമോസ്റ്റ് ഓൾ കൾച്ചേഴ്സ്. നമ്മൾ എവിടെ നോക്കിയാലും അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ഒരു കളറാണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് പോസിറ്റീവ് കളർ. സോറി, നിങ്ങൾ തെരഞ്ഞെടുത്ത കളർ തെറ്റായി പോയി. അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റില്ല. അഖിൽ വർമ്മയും ശ്യാമയുമാണ് മത്സരിക്കുന്നത്. പ്ലീസ് കം. സർ, ഞങ്ങളൊരു ചാൻസ് തരികയാണ്. കുറച്ച് പ്രയാസമേറിയ ഒരു പരീക്ഷണമാണ്. പക്ഷെ അതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. അതിൽ തോറ്റാൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാതെ മത്സരം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും. ഐശ്വര്യയെയും അരുണിനെയും വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്റെ ആഗ്രഹം പോലെ തന്നെ ഇവളും തോറ്റു. നാണം കിട്ടി ഇറങ്ങിപ്പോകുന്ന ഇവളുടെ മുഖത്ത് നോക്കി എനിക്കൊരു 4 എണ്ണം പറയണം. നിങ്ങൾക്ക് ഞങ്ങളൊരു ക്ലൂ തന്നിരുന്നു. അത് പക്ഷെ നഷ്ടപ്പെട്ടു പോയി. ആ ക്ലൂ എന്താണെന്ന് ഊഹിച്ച് അതിന് ചേർന്ന ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആവേശോജ്വലമായ ഒരു മത്സരത്തിനാണ് ഈ വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലാണ് കട്ടയ്ക്ക് ഏറ്റുമുട്ടുന്നത്. ഈ വർമ്മ ബ്രദേഴ്സിൽ ഏത് കപ്പിൾസ് ആണ് ജയിക്കുക എന്ന് നമുക്ക് ആകാംക്ഷയോടെ നോക്കിക്കാണാം. ഒരു ടെൻഷനും വേണ്ട. താൻ തന്റെ ഭഗവാനായ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചില്ല. ആത്മാവിൽ കാർവർണ്ണനുള്ളപ്പോ തന്നെ ആർക്കാടോ തോൽപ്പിക്കാനാവുക? ധൈര്യമായിട്ട് പോ.
യെസ്, ഇതാണ് വിജയം. വിജയിക്കുന്നെങ്കിൽ ഇങ്ങനെ വേണം വിജയിക്കാൻ. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ അഖിൽ ശ്യാമ ദമ്പതിമാരുടെ ബാഗിൽ വെച്ചിരുന്ന ക്ലൂ കാർ വർണ്ണൻ എന്നതായിരുന്നു. ശ്യാമ വാസുദേവൻ സെലക്ട് ചെയ്തതും കാർ വർണ്ണന്റെ നിറം തന്നെയാണ്, നീലക്കറുപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. അത്ഭുത വിജയം എന്നൊക്കെ പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്. നിങ്ങൾ അടുത്ത റൗണ്ടിലേക്കുള്ള മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. എന്നെ ഇവിടെ ജഡ്ജാക്കി വച്ചതിന് പിന്നിൽ പ്രതിഭയുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. താങ്ക് യു. അരുന്ധതി മാം പ്രശസ്തയായ ഒരു സംഗീതജ്ഞയല്ലേ? പേര് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, റെക്കമെൻഡേഷനൊന്നും ആവശ്യം വന്നില്ല. നമ്മുടെ പ്രോഗ്രാം നന്നായി പോകുന്നില്ല അരുന്ധതി മാം? നന്നായി പോകുന്നുണ്ട്. ഞാനൊരു കാര്യം പ്രതിഭയോട് പേഴ്സണലായിട്ട് പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ അരുന്ധതി മാം? ആ ശ്യാമയില്ലേ? ശ്യാമ വാസുദേവൻ നല്ല ആർട്ടിസ്റ്റ് അല്ലേ അവര്? ആ ആഡ് ഫിലിമിലെ പെർഫോമൻസ് മാത്രം പോരെ അവരെ പറ്റി ഓർക്കാൻ? എന്തായിരുന്നു മാം? അവൾ അത്ര വലിയ കലാകാരിയൊന്നുമല്ല, അതവിടെ നിൽക്കട്ടെ. പ്രതിഭ, അവൾ എന്റെ ശത്രുവാ. വെറും ശത്രുവല്ല, ആ ജന്മശത്രു. ഓ, അങ്ങനെയാണോ? ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാമെന്ന് സമ്മതിച്ചത് തന്നെ അവൾക്കിട്ട് എന്തെങ്കിലും ഒരു വേല വെക്കാന്ന് കരുതിയ. അതിന് പ്രതിഭ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ഞാൻ എന്താ ചെയ്യേണ്ടത് മാം? അവൾ ഈ ഫ്ലോറിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോണം. ഞാനൊരു മാധ്യമ പ്രവർത്തകയല്ലേ അരുന്ധതി മാം? എന്റെ എത്തിക്സിനെ അത് ബാധിക്കില്ലേ? എന്തോന്ന് എത്തിക്സ്? ഹണി ട്രാപ്പ് വരെ നടത്തി വലിയ വലിയ പ്രഗത്ഭന്മാരെ വീഴിക്കുന്നു, നാണം കെടുത്തുന്നു. പിന്നെ ഈ നരുന്ത് പെണ്ണിനെ ഒന്ന് കരയിപ്പിച്ചു വിടുന്നതിൽ എന്ത് കുഴപ്പമോ? ഞാൻ എങ്ങനെയാ അരുന്ധതി മാം അവളെ കരയിപ്പിച്ചു വിടേണ്ടത്? അവൾക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ല, +2 വരെ പോയിട്ടുണ്ട്. അതിന് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ കരമനയാറ് കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞു കളയും. അതുകൊണ്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് 4 വാചകം ഇംഗ്ലീഷിൽ സ്റ്റേജിൽ നിന്ന് പറയാൻ പറയണം. അവള് സ്റ്റേജിൽ നിന്ന് ബബ്ബ അടിക്കും, പിന്നെ തല കറങ്ങി തലയും കുത്തി താഴെ വീഴും. നാണം കെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. എന്തു പറയുന്നു? ശരി അരുന്ധതി മാം, ഞാൻ ശ്രമിക്കാം. അരുന്ധതിക്ക് ഒരു ഉപകാരം ചെയ്താൽ 9,000 ഉപകാരങ്ങൾ ഞാൻ തിരികെ ചെയ്യും. അത് മറക്കണ്ട. So welcome back everyone. നമുക്ക് വൈകിക്കാതെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. Next round is husband of my mind. ഈ റൗണ്ടിൽ ഭാര്യമാര് മാത്രമായിരിക്കും പങ്കെടുക്കുക. തന്റെ ഭർത്താവിനെ കുറിച്ച്, അതായത് ഭർത്താവിന്റെ ക്വാളിറ്റീസ്, നിങ്ങളുടെ മനസ്സിൽ ഭർത്താവിനുള്ള സ്ഥാനം, ഇതെല്ലാം അവതരിപ്പിക്കണം. ഓക്കെ? പിന്നെ ഈ റൗണ്ടിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ റൗണ്ട് ഇംഗ്ലീഷിലായിരിക്കണം നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ശ്യാമ ഇതെങ്ങനെ പറയും? ഓക്കെ, ഓൾ സെറ്റ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? The first contestant is Aishwarya Arun. Here you go.
husband of my mind. Right? Okay. Whenever I think of my husband, I become tearful. But they are not tears of sorrow. They are tears of joy. He is the best thing happened to me in my entire life. Wow, that was an amazing performance. Thank you. അടുത്തതായിട്ട് വരുന്നു ശ്യാമ വാസുദേവൻ. My husband. My husband is everything to me. I used to imagine Lord Krishna being with me every time. And Akhil sir, he has exact face of Lord Krishna. He understands me more than anyone. And I truly believe that he is my own Krishna who is going to lead me towards the light. Good, very good. രണ്ട് മത്സരാർത്ഥികളും ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കിനി അവസാന റൗണ്ടിലേക്ക് കടക്കാം. ഡാൻസിംഗ് കപ്പിൾസ് റൗണ്ട്. ഈ മത്സരം എനിക്ക് ജയിക്കണം. അതിലുപരി അവളെ നാണം കെടുത്തി നശിപ്പിക്കുകയും വേണം. ഈ ആണി അവളുടെ ചെരുപ്പുകളിൽ തറച്ചു വെക്കണം. കാല് കീറി അവളെ നൃത്തം ചെയ്യുന്നത് എനിക്കൊന്ന് കാണണമല്ലോ.